എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതിപ്പോൾ ഹൗസ് പാക്കിൻ്റെ ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ അജ്മീറിലുള്ള ഹൗസ് പാക്ക് ജില്ലയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും നമ്മളെ ചാനൽ നോക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ 1K സബ്സ്ക്രൈബ് ആവാനൊക്കെ ഒരുപാട് കടമകൾ കടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോഗ് വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ധാരാളം പ്രശസ്തമായ ജാഗയിലാണുള്ളത്. നിങ്ങൾ കാണാൻ പറ്റും, ഒരു മലൻ്റെ മുകളിലാണിത് കാണുന്നുള്ളത്. മലൻ്റെ മുകളിലാണ് ഞാനുള്ളത് ഇപ്പോൾ. സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡായിങ്ക ചോപ്പടയിൽ നിന്ന് കുറച്ച് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് മണിക്കൂർ നടന്നിട്ട് വരുമ്പോഴേക്ക് ഹൗസ് പാക്ക് എന്ന് പറയുന്ന ജില്ലയിലാണ് ഞാനുള്ളത്. ഹൗസ് പാക്ക് എന്ന ജില്ല എന്ന് പറഞ്ഞത് മൊഹീദ്ദീൻ ഷേഖ് ഇരുന്ന ഇരിപ്പിടം എന്ന് പറയപ്പെടുന്നു. പിന്നെ വേറൊരു കഥയും ഇവിടുന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ധാരാളം പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത് ഇപ്പോൾ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഹസൻ സഞ്ചരി സഞ്ചരിയോട് അവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് മൊഹീദ്ദീൻ ഷേഖ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടു. അങ്ങനെ ഖാജ ഉപ്പാപ്പ നിങ്ങളെ തനിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്നെ കണ്ടാൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഹസൻ സഞ്ചരിയുടെ സ്വപ്നത്തിൽ മൗലാന ഷേഖ് അങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എന്നെ കണ്ടവർ സ്വർഗത്തിലാണെന്നും. അങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ശേഷം മൊഹീദ്ദീൻ ഷേഖിനെ അങ്ങനെ പറഞ്ഞത് കേട്ടു ഖാജ ഉപ്പാപ്പ അങ്ങനെ ഇവിടത്തേക്ക് എല്ലാ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പാറക്കെട്ടായിരുന്നു, മാല മുകളിൽ എന്നെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഖാജ ഉപ്പാപ്പാവും മുരീദന്മാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. ഖാജ ഉപ്പാപ്പ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ കണ്ടുവെന്നും അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ അപ്പോൾ ഖാജ ഉപ്പാപ്പ ആൾക്കാരെ തനിച്ചാണ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഹസൻ സഞ്ചരിയോട്. അപ്പോൾ നിങ്ങളോട് തനിച്ചല്ലേ വരാൻ പറഞ്ഞത്, നിങ്ങളെന്താണ് ജനങ്ങളെല്ലാം കൂട്ടി വന്നത്? അപ്പോൾ അവർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി പറഞ്ഞു, എന്നെ കണ്ടിട്ടാണ് അവർ ദീന് വിശ്വസിച്ചിട്ട് വന്നവരാണ്, അപ്പോൾ അവരെ എനിക്ക് കൈയൊഴിയാൻ പറ്റൂല എന്ന് പറഞ്ഞത് കൊടുത്തപ്പോൾ അവിടുന്നാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിൻ്റെ ഗരീബ് നവാസ് എന്ന് കൂടത്തിൽ പേര് ചേർത്ത് വിളിച്ച മഹാനാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങൾ. അപ്പോൾ അവരിങ്ങനെ ഇവിടെ വന്നു നിന്നും അവരുടെ ഐതിഹ്യമാണ് ഇവിടെ കാണപ്പെടുന്നതും. അങ്ങനെയാണ് ഇവിടുത്തെ ചരിത്രങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് കഥകൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസിദ്ധമായ ഒരു ജാഗയിലാണ് ഞാനുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബാക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എന്തുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും. എല്ലാ കാര്യങ്ങളും മുന്നിലോട്ടേക്ക് വരിക. ധാരാളം ആൾക്കാർ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട്, ധാരാളം സിയാറത്ത് കബൂൽ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മലപ്രദേശമാണ്, ഭയങ്കര കാറ്റാണുള്ളത്, കൂട്ടത്തിൽ ഭയങ്കര വെയിൽ.
इसकी एक ही जगह दुआएं मांग कर डालो अपने लिए, अपने माँ बाप के लिए, अपने बच्चों के लिए। दुआएं मांग कर डालो, दुआएं कबूल होती है। ये वो दरबार है। नसीब वाले आते हैं, नसीब वाले ही डालते हैं, और नसीब वालों का पैसा ही लंगर में लगता है। सरकार इनकी बागवानी आबाद रखना, इनकी मशगलों को आसान करना, इनको हर साल हर 6 महीने हाजिरी के लिए बुलाते रहना। मन्नत मुराद का भोला बंदा, सोना चांदी रुपया पैसा एक ही देश में डाला जाता है। ये फरीद भाई के 1100 रुपये कबूल करना सरकार, इनकी बागवानी आबाद रखना, इनकी परेशानियों को दूर करना सरकार। अंदर जाओ, अंदर भोजपाल का चिल्ला है, उनके छोटे का मजा है। दुआएं मांगो, दुआएं कबूल होती है, अपने लिए, अपने माँ बाप के लिए, अपने बच्चों के लिए। पहले देख लो भाई, पहले देखते हैं, डालना न डालना आपकी मर्जी की बात है। कोई दूर नहीं है यार। वो सामने बच्चा सयाना भाभी निंदे दुनिया के काम कर रहे हैं, इसमें पानी पीस रहे हैं।